പശ്ചിമേഷ്യൻ സൈനിക സമവാക്യങ്ങളെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് അമേരിക്കയ്ക്കെതിരെയുള്ള തങ്ങളുടെ ഡ്രോൺ യുദ്ധങ്ങളിൽ നിർണായകമായ ഒരു പുതിയ ഘട്ടത്തിന് ഇറാൻ തുടക്കമിട്ടിരിക്കുകയാണ്. പരമ്പരാഗതമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായി ശത്രുക്കളുടെ ഡ്രോണുകളെ വായുവിൽ വെച്ച് തന്നെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള അത്യാധുനിക സാങ്കേതികവിദ്യയാണ് ഇറാൻ ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇറാന്റെ തന്ത്രപ്രധാന സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഈ പുതിയ പ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചതായാണ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കാതെ തന്നെ ശത്രുക്കളുടെ ഡ്രോണുകളെ തകർക്കാൻ ശേഷിയുള്ള നോൺ കൈനറ്റിക് കൗണ്ടർ ഡ്രോൺ സംവിധാനമാണ് ഇറാൻ വിജയകരമായി പരീക്ഷിച്ചത്. ഒരേ സമയം വിക്ഷേപിക്കപ്പെടുന്ന ഒന്നിലധികം ശത്രു ഡ്രോണുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തടസ്സപ്പെടുത്താനും അവയുടെ നിയന്ത്രണം നഷ്ടപ്പെടുത്താനും ഈ അത്യാധുനിക സംവിധാനത്തിന് സാധിക്കും. ആധുനിക യുദ്ധമുഖങ്ങളിൽ വൻ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ ഈ സാങ്കേതികവിദ്യ ഇറാന് വലിയൊരു കരുത്തായി മാറിയിട്ടുണ്ട്. ഈ പുതിയ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഇൻ്റർസെപ്റ്റർ ആണെന്നുള്ളതാണ്. അന്തരീക്ഷത്തിൽ ദീർഘനേരം പറന്നു നടക്കാനും ശത്രുക്കളുടെ ഡ്രോണുകളെ കണ്ടെത്തി അവയുടെ ഏറ്റുമുട്ടാനും ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷം സുരക്ഷിതമായി താവളങ്ങളിൽ തിരിച്ചെത്താനും ഇതിന് സാധിക്കും. ഇത്തരത്തിൽ ആക്രമിച്ച് മടങ്ങിയെത്തുന്ന ഇൻ്റർസെപ്റ്ററുകൾ ഭാവിയിൽ മറ്റ് ദൗത്യങ്ങൾക്കായി വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുമെന്നത് ഇതിൻ്റെ സൈനിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. പരമ്പരാഗത മിസൈലുകളെപ്പോലെ ഒറ്റത്തവണ ഉപയോഗിച്ച് നശിച്ചു പോകുന്നതല്ല എന്നതിനാൽ ഇതിന് ഇറാന് സാമ്പത്തികമായി വലിയ ലാഭം ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാണ്. ശത്രുക്കൾ ഒരേ സമയം വലിയ തോതിൽ ഡ്രോണുകൾ അയച്ച് നടത്തുന്ന ഡ്രോൺ സ്വാം ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഈ സാങ്കേതികവിദ്യ അങ്ങേയറ്റം ചെലവ് കുറഞ്ഞൊരു മാർഗമാണ് ഇറാന് നൽകുന്നത്. വില കൂടിയ മിസൈലുകൾ പാഴാകാതെ തന്നെ ശത്രുക്കളുടെ ഡ്രോൺ പടയെ തറപറ്റിക്കാൻ ഇതുവഴി സാധിക്കും. ഇറാന്റെ ഈ പുതിയ സൈനിക മുന്നേറ്റം അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്കൻ പ്രതിരോധ വൃത്തങ്ങളിൽ വലിയ ശ്രദ്ധയാണ് പിടിച്ചുപറ്റിയിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളുടെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യകൾ ചോർത്തിയെടുക്കാനും അവയെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി പുനർനിർമ്മിക്കാനുള്ള ഇറാന്റെ ദീർഘകാലത്തെ ശ്രമങ്ങളുടെ തുടർച്ചയായാണ് ഈ വിജയം വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി തങ്ങളുടെ കൈകളിൽ അകപ്പെടുന്ന വിദേശ ഡ്രോണുകളെ സൂക്ഷ്മമായി പഠിച്ച് സ്വന്തം രാജ്യത്ത് പുതിയ പതിപ്പുകൾ നിർമ്മിക്കുന്നതിൽ ഇറാൻ വലിയ വിജയം കൈവരിച്ചിട്ടുണ്ട്. ഈ ചരിത്രപരമായ പശ്ചാത്തലമാണ് ഇറാന്റെ പുതിയ ഡ്രോൺ ഹണ്ടർ സാങ്കേതികവിദ്യയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അമേരിക്കയെ പ്രേരിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ചരിത്രപരമായ ഒരു നീക്കത്തിലേക്ക് ഈ സംഭവം ലോകത്തിൻ്റെ ശ്രദ്ധ വീണ്ടും തിരിക്കുന്നുണ്ട്. 2011 അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക നിരീക്ഷണ ഡ്രോണുകളിലൊന്നായ RQ-170 സെന്റിനൽ തങ്ങൾ ജീവനോടെ പിടികൂടിയതായി ഇറാൻ അവകാശപ്പെട്ടിരുന്നു. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ അത്യന്തം രഹസ്യമായ ഈ US സ്റ്റെൽത്ത് ഡ്രോൺ തങ്ങളുടെ മണ്ണിൽ സുരക്ഷിതമായി ഇറക്കാൻ കഴിഞ്ഞത് അന്ന് ഇറാന്റെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായാണ് ആഘോഷിക്കപ്പെട്ടത്. അമേരിക്കയുടെ സാങ്കേതിക മേധാവിത്വത്തിനേറ്റ കനത്ത പ്രഹരമായിരുന്നു ആ സംഭവം. പിടിച്ചെടുത്ത ആ US ഡ്രോണിനെ വെറുതെ സൂക്ഷിച്ചു വയ്ക്കുക മാത്രമല്ല ഇറാൻ ചെയ്തത്. ആ വിമാനത്തിൻ്റെ സാങ്കേതിക വിദ്യകൾ പൂർണ്ണമായും പഠിച്ചെടുത്ത ഇറാൻ അധികൃതർ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വന്തമായി തദ്ദേശീയ ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള പദ്ധതികൾ പിന്നീട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത്തരത്തിൽ അമേരിക്കയുടെ സ്വന്തം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ച ഡ്രോണുകളാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും അവരുടെ സഖ്യകക്ഷികൾക്കും നേരെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഇറാൻ മാറ്റിയെടുത്തിരിക്കുന്നത്. ഇറാന്റെ കൈകളിൽ അകപ്പെടുന്ന റീപ്പർ ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ അവർ USനെതിരെ തന്നെ തിരിച്ചുവിടുമോ എന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാണ്. നോൺ കൈനറ്റിക് ആയുധങ്ങളുടെ സഹായത്തോടെ ശത്രുക്കളുടെ സിഗ്നലുകളും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജാം ചെയ്താണ് ഈ പുതിയ ഡ്രോൺ വേട്ടക്കാരൻ പ്രവർത്തിക്കുന്നത്. സ്ഫോടനമില്ലാതെ തന്നെ ലക്ഷ്യം കാണാൻ സാധിക്കുന്നത് വഴി തന്ത്രപരമായ പ്രതിരോധമാണ് ഇറാൻ കെട്ടിപ്പടുത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര സൈനിക ബന്ധങ്ങൾ കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ഈ പുതിയ ശക്തി പ്രകടനം പുറത്തുവരുന്നത്. ഇത് മേഖലയിലെ US സൈനിക താവളങ്ങൾക്കും നാവിക വ്യൂഹങ്ങൾക്കും വലിയൊരു വെല്ലുവിളിയായി മാറിയേക്കാം. വരും ദിവസങ്ങളിൽ ഈ പുതിയ ഡ്രോൺ വിരുദ്ധ സാങ്കേതികവിദ്യയെ പ്രതിരോധിക്കാൻ അമേരിക്ക എന്ത് തന്ത്രമായിരിക്കും സ്വീകരിക്കുക എന്നാണ് ആഗോള പ്രതിരോധ വിദഗ്ധർ ഉറ്റുനോക്കുന്നത്.